പത്തനാപുരം മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി തനിക്കെതിരെ ദുഷ്പ്രചാരണം നടത്തുന്നുവെന്ന എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.ബി. ഗണേഷ് കുമാർ. പ്രചാരണത്തിന് ഉപയോഗിച്ച് 2 വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരത്ത് നിലവിൽ ഡീലുകളില്ല. ബി.ജെ.പി വോട്ട് യു.ഡി.എഫിന് മറിച്ച് നൽകിയാൽ മാത്രമേ അതുണ്ടാകൂവെന്നും ഗണേഷ് കുമാർ മീഡിയ വണ്ണിനോട്. ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തിളച്ചു പൊങ്ങിയ ചില കാര്യങ്ങളാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്ന, അത് പ്ലാൻഡാണ്. 6 മാസം മുമ്പേ എനിക്കെതിരെ ചില പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ക്രുക്കഡ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് യു.ഡി.എഫിനടുത്ത് പ്ലാൻ ചെയ്യുന്നത്. പത്തനാപുരത്തെ പല നേതാക്കളെ എനിക്കറിയാം. അവർ നിഷ്കളങ്കരാണ്, അവർ ക്രുക്കഡൊന്നുമല്ല. വേറെ ചില ആളുകൾ വെളിയിൽ നിന്ന് വന്നൊരു ക്രുക്കഡ് പ്ലാനിങ്, ഒരു കുരുക്ക് ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു രീതിയാണ്. ആ കുരുക്ക് ബുദ്ധി പത്തനാപുരത്തിന് വേണ്ട എന്നുള്ളതാണ്. പത്തനാപുരത്ത് 25 കൊല്ലമായിട്ട് നിഷ്കളങ്കനായ ഒരുത്തനാണ് MLA ആയിരിക്കുന്നത്. ഉള്ളത് മുഖത്ത് നോക്കി പറയും, ചിരിക്കും, കളിക്കും, കരഞ്ഞാൽ കൂടെ കരയും, ചിരിച്ചാൽ കൂടെ ചിരിക്കും, പൊട്ടിച്ചിരിക്കും. അങ്ങനെയുള്ളൊരു നിഷ്കളങ്കനായ ഒരുത്തനാണ് ഇവിടെ MLA ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുറുക്കഡ് മൈൻഡൊന്നും ഇനി ഇവിടെ വേണ്ട എന്നുള്ളതാണ്. ഇതൊരു കുറുക്കഡ് മൈൻഡിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ അപകീർത്തികരമായി, എതിർ സ്ഥാനാർത്ഥി അപകീർത്തികരമായി റെക്കോർഡ് ചെയ്ത അനൗൺസ്മെന്റാണ്. അല്ലാതെ വായി തോന്നിയത് ഒരുത്തന്നിരുന്ന് പറഞ്ഞതല്ല. അവ പർപ്പസ്ഫുള്ളി സ്റ്റുഡിയോ വാടകയ്ക്ക് എടുത്ത് റെക്കോർഡ് ചെയ്ത് അവിടുന്ന് സാധനം കൊണ്ടുവന്ന് എല്ലാ വണ്ടിയിലും കൊടുത്ത് പ്രചരിപ്പിക്കുന്ന വണ്ടി 2 പിടിച്ചെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമ്മുടെ പരാതി ഈ സ്ഥാനാർത്ഥിയെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നാണ്. തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച്, തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് ഇത്രയും എതിർ സ്ഥാനാർത്ഥി പറ്റി മ്ലേച്ഛമായ ഭാഷയിൽ സ്ഥാനാർത്ഥി തന്നെ സംസാരിക്കുക. അങ്ങനെ ചരിത്രത്തിലില്ല. സ്ഥാനാർത്ഥി തന്നെ സംസാരിക്കാൻ വളരെ മ്ലേച്ഛമായിട്ട്. പിന്നെ മ്ലേച്ഛമായ അനൗൺസ്മെന്റുകൾ, കാട്ടാൽ അറയ്ക്കുന്ന അനൗൺസ്മെന്റുകൾ. ഈ നാട്ടിൽ ഒരു കാര്യമാണ് മര്യാദയില്ലാത്ത UDF ആലോചിക്കേണ്ടത്. ഈ ബസ് സ്റ്റോപ്പുകളിലും ഈ കടയുടെ വരാതെ ബസ് കയറാനൊക്കെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്, പ്രായപൂർത്തിയായ പെൺകുട്ടികളും